സൈക്കോളജി റിലേറ്റഡ് സ്റ്റഡീസ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ പവർഫുൾ ഹ്യൂമൻ ഇമോഷൻ എന്നാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് സിമ്പിൾ ആണെങ്കിലും പവർഫുൾ ആണെന്നാണ്. പഠനങ്ങൾ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. പോസിറ്റീവ് തിങ്കിങ്, സ്ട്രെസ്സിന് കാരണമായ ഹോർമോണുകളിലുള്ള മാറ്റം, ഉള്ളിലുള്ള ഫിയർ, ആങ്സൈറ്റി, ആങ്കർ, ഇതിനൊക്കെ ഒരുപാട് മാറ്റം വരുത്താൻ സാധിക്കുമെന്നതാണ്. നമ്മുടെ ബ്രെയിനിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് സഹായിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളെ തന്നെ അഭിനന്ദിക്കുക, അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. എന്തിനാണ് എന്ന ചോദ്യമാണ് മനസ്സിൽ വന്നതെങ്കിൽ ഉത്തരവുണ്ട്. ഞാനായിരിക്കുന്നതിന്, എനിക്കൊരു ദിവസം കിട്ടുന്ന എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നതിന്, അല്ലെങ്കിൽ നന്നായി ചിരിക്കാൻ പറ്റുന്നതിന്, ഭംഗിയായി സുഹൃത്തുക്കളോട്, മാതാപിതാക്കളോട്, മക്കളോടൊക്കെ സംസാരിക്കാൻ പറ്റുന്നതിന്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ പോസിറ്റീവായ ഒരു കാര്യം ആലോചിച്ചിട്ട് നന്ദി പറയുക. ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന പ്രതിസന്ധികൾ, അതായത് ചലഞ്ചസ്, അതിനെ ഇങ്ങനെ അതിജീവിച്ച് ഇനിയും ഫേസ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയി നിൽക്കുന്നതിന്. അങ്ങനെ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഗോഡ്, മൈ പേരൻസ്, ഫാമിലി, ഫ്രണ്ട്സ്, കൊളീഗ്സ് ആൻഡ് നേച്ചർ. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്. പൊതുവേ നമുക്ക് മടിയുള്ള കാര്യമാണ് ഇത് പ്രകടിപ്പിക്കുക എന്നുള്ളത്. പറയുവാൻ മടിയാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം മനസ്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവില്ലേ? കുട്ടികൾ ചോദിക്കുന്നത് പോലെ, എൻ്റെ പെൻസിൽ ഒടിച്ചു കളഞ്ഞ കുട്ടിയോട്, എനിക്ക് പൊക്കമില്ല എന്ന് പറഞ്ഞവരോട്, എന്നെ കളിക്കാൻ കൂട്ടാത്തവരോട് ഞാൻ എങ്ങനെയാണ് ഈ താങ്ക് യു പറയുക? അതുപോലെ തന്നെ എന്നെ വേദനിപ്പിച്ചവരോട്, കൂടെ നിന്ന് വാക്കുമാറ്റി പറഞ്ഞവരോട്, വിശ്വാസവഞ്ചന കാണിച്ചവരോട് എങ്ങനെയാണ് നമുക്ക് നന്ദി പറയാൻ കഴിയുക? അല്ലേ? അതാണ് ആദ്യം പറഞ്ഞത്. ഇത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന്. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ സമയത്ത് നമുക്ക് കുറച്ച് വേദനയും നിരാശയും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിലൂടെ നമുക്ക് കിട്ടിയ അറിവുകൾ, തിരിച്ചറിവുകൾ ഇതൊക്കെയുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെയെന്നൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. നിങ്ങൾ അന്ന് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ആ ഒരു കാര്യത്തിനപ്പുറം ഒരുപാട് സാധ്യതകളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എന്നെ മാറ്റി നിർത്തിയപ്പോഴാണ് എനിക്ക് നിൽക്കാൻ, എൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ ഇതിലും നല്ല അവസരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത്. എല്ലാവരും ഒരുമിച്ച് കുറ്റപ്പെടുത്തിയപ്പോഴാണ് ഇതല്ല എനിക്ക് പറ്റിയ ആളുകളും കൂട്ടായ്മയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. നീ കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലും നല്ലതിനെ അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയത്. ഐ ഡിസേർവ് മോർ ദാൻ ദിസ് പീപ്പിൾ, പ്ലീസ് ആൻഡ് തിങ്സ്, ബിക്കോസ് ഐ എം പ്രീഷ്യസ്. ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്ട്രോങ് അല്ലേ? അങ്ങനെ നമുക്ക് നല്ല അനുഭവങ്ങളും അറിവുകളും പ്രതിസന്ധികളും വേദനകളും വെല്ലുവിളികളും ഒക്കെ തന്ന് നമ്മളെ ഇങ്ങനെ നമ്മളായി സ്ട്രോങ് ആക്കി നിർത്തുന്ന എല്ലാവരെയും സ്നേഹത്തോടെയും ക്ഷമയോടും ഒക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് നന്ദി പറഞ്ഞു നോക്കി. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ഹെൽത്തിയസ്റ്റ് ഓഫ് all human emotions. Thank you. Take care.